പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ് പൊതുപരീക്ഷ ലിസാനുൽ ഖുർആൻ 2 പരീക്ഷ നമ്മുടേത് കഴിഞ്ഞു. എല്ലാവരും നന്നായി എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ടോപ്പ്ലസ് ഉണ്ടാവട്ടെ. ലിസാന് അതുപോലെ തന്നെ തഫ്സീറുൽ ഖുർആൻ എല്ലാ കുട്ടികൾക്കും അല്പം ബുദ്ധിമുട്ടും പേടിയുള്ള 2 വിഷയങ്ങളാണ്. ഇനി ആ 2 വിഷയങ്ങളുടെ പരീക്ഷയാണ് നടക്കാനിരിക്കുന്നത്. 2 വിഷയങ്ങളുടെയും നല്ല നല്ല ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഉണ്ട്, ഉപയോഗപ്പെടുത്തുക. ഇതിലൂടെ നമ്മൾ ലിസാൻ്റെ മോഡൽ ചോദ്യപേപ്പറും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഉണർത്തുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് ടോപ്പ് പ്ലസ് നേടാൻ കഴിയും. ലിസാനിലും തഫ്സീറിലും നമുക്ക് 2 വിഷയങ്ങളിൽ കൂടി ടോപ്പ് പ്ലസ് അല്ലാഹു തആല തരട്ടെ. ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് മയ്യിസി സ്വഹീഹ ബി അലാമത്തി ശരി അടയാളപ്പെടുത്താനാണ്. 3 കള്ളികളുണ്ട്, യോജിച്ചതിൽ കൊണ്ടുപോയിടുക. പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ഒന്നിലിട്ട്, പിന്നെ അത് വെട്ടി വേറൊന്നിലിട്ട്, പിന്നെ അത് വെട്ടി, അങ്ങനെ വെട്ടിക്കളിക്കുന്ന രൂപത്തിൽ പേപ്പർ വൃത്തിഹീനമാക്കരുത്. ചോദ്യങ്ങളെല്ലാം ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാവൂ. സംശയങ്ങളുണ്ടെങ്കിൽ ഉസ്താദുമാരുണ്ട്, എന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാമെന്നുള്ള നിലക്കുള്ളവരാണ് അവർ. പേടി വേണ്ട, ഭയം വേണ്ട, മടി വേണ്ട. ചോദിക്കുക, ഉറപ്പ് വരുത്തുക, എഴുതുക. ഒന്നാമത്തത് അഖ്സാമുൽ ബദൽ. ബദലിൻ്റെ ഇനങ്ങൾ എത്രയാണ്? അർബഅത്തുൻ. ബദൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതൊക്കെ വിശദീകരിക്കാൻ നിന്നാൽ വീഡിയോ ദീർഘിച്ചു പോകും. 2 മിനൽ മആരിഫി. മാരിഫകളിൽ പെട്ടതാണ്. ഇതിലേതാണ് മാരിഫ? അൽ മൗസൂലു. മൗസൂലകൾ മാരിഫയിൽപ്പെട്ടതാണ്. മൂന്നാമത്തത് ലാ യുബ്ദഉ നുത്ഖു. സംസാരം ആരംഭിക്കുകയില്ല. ബി ലമീരിൻ മുത്തസിലിൻ. മുത്തസിലായ ലമീർ കൊണ്ട് സംസാരം തുടങ്ങില്ല. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിനോട് ചേർന്ന് വരുന്ന ലമീറുകളാണ്. അതുകൊണ്ട് ഒരു അറബിയിലെ കലാം, ഒരു സംസാരം ഒരിക്കലും അങ്ങനത്തെ ഒരു ലമീർ കൊണ്ട് തുടങ്ങില്ല. നേരെ മറിച്ച് മുൻഫസിലായ ലമീറോ അല്ലെങ്കിൽ പേരോ മറ്റോ ഒക്കെ വെച്ചിട്ടാണ് എന്ത് പറയുകയാണെങ്കിലും തുടങ്ങുക. നാലാമത്തത് ലാ യജുറു ഇല്ലാ ലിലഫ്ലി അല്ലാ. അല്ലാ എന്ന പദത്തിന് മാത്രമേ അത് ജറ് ചെയ്യുകയുള്ളൂ, അഥവാ കസ്ർ ചെയ്യുകയുള്ളൂ. അതേതാണ്? അത്താഉ ത ആണ്. തല്ലാഹി. കണ്ടിലാഹി എന്നുള്ളതിന് ജറ് വന്നത് താവ് കൊണ്ടാണ്. ഈ താവ് അള്ളാഹിൻ്റെ മേൽ മാത്രമേ വരൂ. 5 വത്തവാബിയു. താബിയുകൾ എത്രണ്ണമാണ്? ഹംസത്തുൻ. 5 എണ്ണമാണ്. 6 മുഖ്തസും ബിൽ ആലി. ഫീലുകളിൽ മാത്രമുള്ള ഒന്നാണ് അൽ ജസ്മു. സുക്കൂൻ, അവസാനത്തിൽ സുക്കൂൻ വരിക എന്നുള്ളത് ഫീലുകളിൽ മാത്രമുള്ളതാണ്. ഇസ്മുകളിൽ അങ്ങനെ ഉണ്ടാവില്ല. സെയ്ദ് എന്ന് പറയില്ല, സെയ്ദുൻ എന്നാണ് പറയുക. ഇനി രണ്ടാമത്തത്, വായിക്കുന്നതിന് മുമ്പ് ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 2 സിൽ ബിൽ മുനാസിബി. യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. അതിലൊന്ന് ലിൽ ഇഷാറത്തി ഇലിൽ ബഈദി. ദൂരെ ഉള്ളതിലേക്ക് സൂചന നൽകുന്ന പദം ഏതാണ് ഇതിൽ? ഉലായിക്കയാണ്. ആ കാണുന്ന അക്കൂട്ടക്കാർ. അപ്പോൾ ദൂരയിലേക്കുള്ള സൂചന. രണ്ടാമത്തത് അലമു ഷഖ്സ്. ഒരു വ്യക്തിയുടെ പേരുണ്ട് ഇതിൽ. ഏതാണത്? ഇബ്രാഹിം എന്നാണ്. 3 സിത്തത്തു അൻവാഴിൻ. 6 ഇനങ്ങളാണ്. ഏതിൻ്റെതാണ് 6 ഇനം വരുന്നത്? അൽ മാരിഫത്തു. മാരിഫൻ്റെതാണ്. 4 തൗക്കീദു. തൗക്കീദ് നൗആനി. 2 ഇനമാണ്, ശക്തിപ്പെടുത്താനുള്ളത്. 5 മിമ്മ യത്ബഉൽ മത്ബൂഅ. മത്ബൂഇനോട് ഹർക്കത്തിൻ്റെ വിഷയത്തിൽ തുടർന്ന് വരുന്നത് ഏതാണ്? അൽ ബദലു. ബദലാണ്. ഇപ്പോൾ ജാ അൽ അമീറു. അമീർ വന്നു, അഥവാ അൽ ഉമറു. ഉമർ എന്ന അമീർ വന്നു. അപ്പോൾ ആ അമീറു എന്നതിൻ്റെ ലമ്മ് തന്നെയായിരിക്കും ഉമറു എന്നുള്ളതിനിക്കും. അടുത്തത് 6 ഫിഅലുൻ മുതഅദ്ദിൻ. മുതഅദ്ദിയായ ഫീൽ ഏതാണ് ഇതിൽ? സമിഅയാണ്. മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീൽ സമിഅ. കേട്ടു. എന്തിനെ കേട്ടു? അൽ അദാന. ബാങ്കിനെ കേട്ടു. അതിൻ്റെയൊക്കെ കൂടുതൽ വിശദീകരണങ്ങൾ പറഞ്ഞാൽ വീഡിയോ ദീർഘിച്ചു പോകുന്നത് കൊണ്ടാണ് ചെറിയ രൂപത്തിൽ പറയുന്നത്. ഇനി മൂന്നാമത്തത് റത്തിബിൽ കെലിമാത്ത. ഡിസോർഡറുള്ളതിനെ ഓർഡറാക്കാനാണ്. യനൂബ് മഫ്ഊലും ബിഹി. മഫ്ഊലും ബിഹി പകരം വരും അൻ ഫാഇലിൻ. ഫാഇലിനെ തൊട്ടിട്ട് മഫ്ഊലും ബിഹി പകരം വരും. അപ്പോൾ ചില ഫീലിന് ഫാഇൽ ഉണ്ടാവില്ല, അതിൻ്റെ സ്ഥാനത്ത് മഫ്ഊലും ബിഹി ആയിരിക്കും ഉണ്ടാവുക.
രണ്ട്. വൽ മഅറൂഫ് വൽ മുഅറഫ് ബി അല്ല് കൊണ്ട് മാരിഫയാക്കപ്പെട്ടത് അഥവാ അല്ലുള്ളത്. വൽ ഖാമിസു, ഇപ്പോൾ അൽ ഖാമിസുൽ അല്ലുണ്ട്, അൽ ഖാമിസു അഞ്ചാമത്തതാണ്. മിൻ അൻവാഇൽ മആരിഫി, മാരിഫകളിലെ അഞ്ചാമത്തെ ഇനമാണ് അൽ മുഅറഫു ബി അഥവാ അല്ല് കൊണ്ട് മാരിഫയാക്കപ്പെട്ടത്. കമ്മിൽ പൂരിപ്പിക്കാനാണ്. അലാമത്തുൽ ഫിഇലിൽ മുഅദ്ദ അൻ തസിൽ ഹാ ഗൈറു മസ്ദറും ബിഹി നഹ്വു അമൽ നഅതാനി തൗകീദാനി കുല്ലു ബാദലിൻ അതുഫാനി ഫിൽ ഇഅറാബി മിസ്ലുൽ അവ്വലി. അപ്പോൾ ഈ ഒരു ബൈത്ത് പഠിച്ചു വെക്കുക. ഇതുപോലെ പാഠത്തിൽ മറ്റു ബൈത്തുകളുണ്ടെങ്കിൽ അതും കൂടെ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. മേലത്തെ അറബിയിലുള്ള പ്രയോഗങ്ങളാണ് ഓർഡറാക്കാൻ കൊടുത്തത്. അത് അറിയുന്ന രൂപത്തിൽ ഓരോന്നിൻ്റെയും അർത്ഥങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ആദ്യം ഫീല്, ഫായില്, ഇസ്മു, മഫൂലൊക്കെ ആയിട്ട് എഴുതുക. അടുത്തത് അഞ്ചാമത്തത് ഇക്തഷിഫി ഷാദ, ഒറ്റപ്പെട്ടതിൽ ടിക്ക് ചെയ്യാനാണ്. അതിലൊന്ന് ഹുവ, ഹിയാഹു, അല്ലതി. ഇതിലേതാണ്? ഹുവയും ഇയാഹും ദമീറുകളാണ്, അല്ലതി എന്നുള്ളത് മൗസൂലയാണ്. അപ്പോൾ അതാണ് അതിൽ ഒറ്റപ്പെട്ടത്. രണ്ടാമത്തത് ദി ത ഹിയ. ഹിയ എന്നുള്ളത് ഓയിബായ മുൻഫസിലായ ദമീറാണ്, മറ്റു രണ്ടും അതല്ല, അതുകൊണ്ട് അതാണ് ഒറ്റപ്പെട്ടത്. മൂന്നാമത്തത് യൻസുറു യുഫ് അലു യക്കുത്തുബു. അതിൽ യുഫ് അലു ആണ്, അത് മജ്ഹൂലാണ്, മുലാരി മജ്ഹൂലാണ്. മറ്റത് രണ്ടും മുലാരി മഅറൂഫാണ്. കാരണം രണ്ടു യാ ആണ്. ഈ യുഫ് അലു എന്നുള്ളത് യു ആണ്. യു വന്നാൽ മജ്ഹൂലായിരിക്കും. ഇനി നാലാമത്തത് ഖല, ഹാദ, ഹാഷ. അതിൽ ഹാദ എന്നുള്ളതാണ്, ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നുള്ളതാണ്, മറ്റു രണ്ടും ആ അർത്ഥത്തിലല്ല. അഞ്ചാമത്തത് അൽ ബദലു, അൽ അലമു, അൽ മൗസൂലു. ഒന്ന് അലമാണ്, മൗസൂലയാണ്, മാരിഫയുടെ ഇനത്തിൽപ്പെട്ടതാണ്. എന്നാൽ ബദൽ ഏതിൽ? മാരിഫയുടെ ഇനത്തിൽ പെട്ടതല്ല. ഇപ്പോൾ 10ാം ക്ലാസ് എടുക്കാത്തത് കൊണ്ട് ചെറിയ ഒരു അറിവിൻ്റെ കുറവുണ്ട്. എന്നാലും നിങ്ങൾക്കത് ഒറ്റപ്പെട്ടതിൻ്റെ കാരണം മനസ്സിലായിട്ടുണ്ടാവും. അറിയാത്തവരത് പാഠഭാഗത്തിലൊന്ന് നോക്കി മനസ്സിലാക്കുക. എങ്ങനെയാണത് ഒറ്റപ്പെടാനുണ്ടായ കാരണമെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ആലോചിച്ച് മാത്രം ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിച്ച് ഉറപ്പുവരുത്തുക. ഇനി അടുത്തത് തർജീം, പരിഭാഷപ്പെടുത്താനാണ്. ഇഖ്തറബത്തി സാഅത്തു വൻഷക്കൽ കമറോ, ആ സമയം അടുത്തു, ചന്ദ്രൻ പിളരുകയും ചെയ്തു. 2. റഫ ഇബ്രാഹിമു ഖവായിദ മിനൽ ബൈത്ത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭവനത്തിൻ്റെ അഥവാ കഅബയുടെ അടിത്തറ കെട്ടി ഉയർത്തി. ഇനി ഇൽബിത്ത് ബിൽ അഷ്കാലി, ഹർക്കത്തുകളിട്ട് കൊടുക്കാനാണ്. ഇങ്ങനെ ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന മൗസൂലകൾ, ബദലുകൾ, ഇതൊക്കെ ഏത് രൂപത്തിലാണ് ഇതിൻ്റെ പ്രയോഗങ്ങൾ എന്നുകൂടെ നമ്മൾ പഠിച്ചു വെക്കുക. വബാബു ദാലിക്കൽ ബൈത്തി മുത്തഹദും ബിദ്ദഹബി. 2. വലാ യുബ്ന മിനൽ അഫ്ആലിൽ അസിമ്മത്തി മജ്ഹൂലൻ വ ഇസ്മു മഫ്ഊലിൻ. 3. വല്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല. പാഠം നന്നായി വായിക്കണം എന്നുള്ളതാണ് ഇത് സൂചന തരുന്നത്. അതുകൊണ്ട് ടോപ്ലസ് ആഗ്രഹിക്കുന്നവർ നല്ലോണം ശ്രദ്ധിക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം 8ാമത്തത് അജിബ്, ഉത്തരം എഴുതാനാണ്. അതിലൊന്ന് അൽ മബ്നിയു മാഹുവ. മബ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? മാലാ യതഗയ്യിറു ആഹിറുഹു ബി തഗയ്യുരിൽ അവാമിലി. ആമിലുകൾ വ്യത്യാസമാകുന്നത് കാരണം അവസാനത്തിൽ വ്യത്യാസം വരാത്തതാണ് മബ്നിയെ. ഒരു മാറ്റം ഉണ്ടാവില്ല. ഇപ്പോൾ ഹുവ മബ്നിയാണ്, അത് എവിടെ വന്നാലും ഹുവ തന്നെ ആയിരിക്കും. മന്ന് മബ്നിയാണ്, മന്ന് എപ്പോഴും മന്ന് ആയിരിക്കും. എന്നാൽ ഫീലുകൾ മബ്നിയല്ല. ഫീലുകൾ ഇപ്പോൾ എഫ് അലു എന്നുള്ളത് തന്നെ എഫ് അൽ എന്നാകും. 2. കൈഫ യജ്അലുൽ ഫീലു സുലാസിയു മുതഅദ്ദിയൻ. ഒരു സുലാസിയായ ഫീലിനെ എങ്ങനെയാണ് മുതഅദ്ദിയാക്കുക? ഇപ്പോൾ ചെയ്തു എന്നുള്ളതിനെ ചെയ്യിപ്പിച്ചു എന്ന ഒരാശയത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം? എളുപ്പമാണ്. ഫഅല എന്ന് പറഞ്ഞാൽ ചെയ്തു. ബി തളീഫി ഐനിൽ ഫീൽ സുലാസി. ആ ഫഅലയുടെ ഐൻ ഫീലിനെ ഇരട്ടിപ്പിച്ചാൽ, ഫഅല എന്നുള്ളതിൻ്റെ ആ എന്നുള്ളതിനെ ഷദ് കൊടുത്ത് ഫഅലയാക്കിയാൽ അത് മുതഅദ്ദിയായി. അല്ലെങ്കിൽ ഔ ഇദ്ഖാലിൽ ഹംസത്തി അലൈഹി. ഇനി അതിൻ്റെ മേലൊരു ഹംസ കൊടുത്താൽ, ഫഅലൻ്റെ മേലൊരു ഹംസ കൊടുത്താൽ അഫ്അല, അപ്പോഴും അത് മുതഅദ്ദിയായി. ഇനി ഔ ബി ഹുറൂഫിൽ ജെറി, അല്ലെങ്കിൽ ജെറിൻ്റെ ഹർഫ് കൊടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ സുലാസിയായ ഫീലിനെ നമുക്ക് മുതഅദ്ദിയാക്കാൻ പറ്റും.
മൂന്നാമത്തത് യുലാഫു അൽഫാദു തൗക്കീദ് ഇലാമ, തൗക്കീദിൻ്റെ ലഫ്ലുകളെ ഏതിലേക്കെല്ലാം ഇലാഫത്ത് ചെയ്യപ്പെടും, ചേർക്കപ്പെടും. ഇലാ ലമീരിൻ മുതാബിക്കില്ലിൽ മത്തുബൂഇ, മത്തുബൂഇനോട് യോജിച്ച ലമീറിലേക്ക്. അത് ഫി തദ്കീരി മുദക്കറാകുന്നതിലും വത്തഹ്നീസി പെണ്ണാകുന്നതിലും വഫിൽ ഇഫ്രാദി ഏകവചനമാകുന്നതിലും വത്തസ്നിയത്തി രണ്ടെണ്ണമാകുന്നതിലും വൽ ജംഇ ബഹുവചനമാകുന്നതിലൊക്കെ മത്തുബുവിനോട് യോജിച്ച ലമീറുകളിലേക്ക് തഅ്കീദിൻ്റെ പദങ്ങളെ ഇലാഫത്ത് ചെയ്യും. 4. ഇൻ ജാഅത്തിൽ ഹാലു ബിലഫ്ലിൽ മാരിഫത്തി ഫമാദാ യജിബു, മാരിഫാൻ്റെ പദമായി ഒരു ഹാല് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് നിർബന്ധമായി വരുന്നത്? ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, പല പരീക്ഷയിലും കാണാറുണ്ട്. യജിബു തഅ്വീലുഹാ ബിത്തദ്കീരി, ഒരു നെക്കിറ കൊണ്ട് അതിനെ നമ്മൾ തഅ്വീൽ ചെയ്യണം, അതിനെ വിശദീകരിക്കണം. ഒരു നെക്കിറ കൊടുത്ത് അതിനെ തഅ്വീൽ ചെയ്യുകയാണ് നിർബന്ധമായിട്ട് വരുന്നത്. ഇനി 9ാമത്തത് ഉക്തുബിൽ മഅന, അർത്ഥം എഴുതുക. മക്കസ എന്ന് പറഞ്ഞാൽ താമസിച്ചു, വാസിത്തുൻ ഇടയാളൻ എന്നാണ്. അപ്പോൾ ഇങ്ങനെ അർത്ഥം എഴുതാനും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രധാനപ്പെട്ട വേർഡുകളൊക്കെ നോക്കി വെക്കുക. പാഠങ്ങളിൽ ഉണ്ടാകും ഇതുപോലത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കുറഞ്ഞ ചോദ്യങ്ങളെ എല്ലാ പാഠങ്ങളിലും ഉള്ളൂ. ആ ചോദ്യങ്ങളൊന്ന് നോട്ട് ചെയ്താൽ ഇതുപോലെ 4-5 ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എളുപ്പം ഉത്തരം എഴുതാൻ കഴിയും. വായിച്ചു കഴിഞ്ഞതിലൂടെ മോഡൽ രൂപം കൃത്യമായി മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. നന്ദി അറിയിച്ച് കമൻറ്റിലൂടെ ആമീനോ താങ്ക്സോ എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമുക്ക് ഈ പരീക്ഷയിലും എല്ലാ പരീക്ഷയിലും ++ വിജയം നൽകട്ടെ. ആമീൻ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു തആല ഉന്നതമായ മാർക്കോടുകൂടെയുള്ള ഖൈറായ വിജയം അല്ലാഹു നൽകട്ടെ. ആമീൻ.